മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ഇന്റർലോക്ക് പാകിയ ദേശീയപാത സർവീസ് റോഡിന്റെ നടപ്പാത മാലിന്യ കൂമ്പാരമായി മാറി. നാട്ടുകാർക്ക് നടന്നുപോകാൻ സൗകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാതയിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും കുന്നുകൂടി കിടക്കുന്നത്. മാലിന്യം തള്ളുന്നത് തടയുന്നതിനായി പഞ്ചായത്ത് അധികൃതർ കർശന നിർദ്ദേശം നൽകുകയും പ്രദേശം വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധികൃതരുടെ മുന്നറിയിപ്പും പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തബോധവും കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ഇവിടെ മാലിന്യങ്ങൾ തള്ളുകയാണ്. പാതയോരത്ത് തള്ളിയ മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ കടിച്ചുകീറി റോഡിലാകെ വിതറുന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മാലിന്യങ്ങൾ നനഞ്ഞു കുതിർന്ന് അതിരൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. മൂക്കുപൊത്തി മാത്രമേ ഇതുവഴി നടക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ്. റോഡിന് സമീപത്തുള്ള ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനമില്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രിയുടെ മറവിലോ പുലർച്ചെയോ ചിലർ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടിടുന്നതെന്നാണ് പരാതി. മഴക്കാലം ആരംഭിച്ചതോടെ മാലിന്യങ്ങൾക്കിടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കോളറ, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മഞ്ചേശ്വരം പഞ്ചായത്ത് അധികൃതർ വെറും താക്കീതുകൾ നൽകി പിന്മാറാതെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പൊതുസ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകുമോ എന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം. മാലിന്യമാണ് ഈ മഞ്ചേശ്വരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതുവരെ ഇതിനൊരു പരിഹാരമായിട്ടില്ല. ഉള്ള റോഡ് സൈഡിൽ ഫുട്പാത്തിലെല്ലാം കാണുന്നത് മാലിന്യത്തിന്റെ കൂമ്പാരം. ഫ്ലാറ്റുകാർ, പുരക്കാർ ഈ രാത്രി സുബൈ നേരത്തെല്ലാം കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിലാണ് എറിയുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലം തുടങ്ങാൻ പോകുന്നു. ഇതിന് മാറാ, പനി, അത് ഇതെല്ലാം വന്നിട്ട് ഇനി മനുഷ്യന്മാർ ആകെ ബുദ്ധിമുട്ടുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണേണ്ടതാണ് ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.